അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അപ്പോൾ നമ്മൾ ഇന്നൊരു അടിപൊളി പത്തിരി ആയിട്ടാണ് വന്നിട്ടുള്ളത്. അതിന് വേണ്ടിയിട്ട് ഒരു പാത്രത്തിലോട്ട് 1.5 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1 ടീസ്പൂണ് ഈസ്റ്റും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി പാകത്തിനുള്ള ഉപ്പിട്ട് പാകത്തിന് വെള്ളം ഒഴിച്ച് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. നമ്മുടെ ചപ്പാത്തിക്കുള്ള അതേ പരുവത്തിലൊന്ന് കുഴച്ചെടുക്കാം. അപ്പോൾ ഇതേപോലെ ഒന്ന് കുഴച്ചെടുത്തതിന് ശേഷം ഇതിലേക്ക് ഇച്ചിരി വെജിറ്റബിൾ ഓയിലും കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് ഒന്നുകൂടെ ഒന്ന് കുഴച്ചെടുക്കാം. ഇനി ഇതൊന്ന് മൂടി വെച്ചിട്ട് ഒരു 3 മണിക്കൂർ കഴിഞ്ഞിട്ട് എടുക്കാം. ഇനി ഇതിലേക്കുള്ള മസാല 2 മുട്ട കൊണ്ട് മയോണൈസ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ചമ്മന്തിയാണ്, ഒരു മുറി തേങ്ങ, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, കുറച്ച് ചപ്പ്, ഒരു പച്ചമുളക്, പാകത്തിന് ഉപ്പും ചേർത്ത് ഒന്ന് അരച്ചെടുക്കുന്നുണ്ട്. ഇതിലേക്ക് ഒരു തുള്ളി സുറുക്കയും കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് ചിക്കനാണ്. ചിക്കൻ നന്നായിട്ടൊന്ന് പൊരിച്ചെടുത്തിട്ടുണ്ട്. ഇതേപോലെ ചെറിയ ചെറിയ പീസാക്കി എടുത്തിട്ടുണ്ട് പൊരിച്ചത്. ഇതൊന്ന് മാറ്റി വെക്കാം. അപ്പോൾ നമ്മുടെ മാവൊക്കെ ഇവിടെ 3 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. നന്നായിട്ട് സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അതായത് കണ്ട നന്നായിട്ട് തന്നെ സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇത് ഓരോരോ ഉരുളകളാക്കിയിട്ട് ഒന്ന് പരത്തിയെടുക്കാം. പരത്തിയെടുത്തതിന് ശേഷം ഇതേപോലെ ഒന്ന് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരു കുപ്പിയുടെ മൂടി വെച്ചിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തതാണ് കേട്ടത്. ഇനി ഇത് ഓരോ പത്തിരിയിലോട്ട് നമ്മളൊരു ടീസ്പൂണ് ചമ്മന്തി വെച്ച് കൊടുക്കുന്നുണ്ട്. ഇതിൻ്റെ മുകളിലോട്ട് കുറച്ച് ഇറച്ചി കൂടെ വെച്ച് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ മുകളിൽ കുറച്ച് മയോണൈസ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മളിത് ഇതിൻ്റെ ചുറ്റുഭാഗം വെള്ളയിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ചെറിയ രീതിയിലൊന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതിയിട്ട് വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ പത്തിരി ഒട്ടാൻ വേണ്ടിയിട്ടാണ്. ഇനി നമ്മൾ വേറൊരു പത്തിരി എടുത്തിട്ട് ഇതിൻ്റെ മുകളിലൊന്ന് കവർ ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അതും ഒന്ന് ചെറിയ രീതിയിലൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. ഇതേപോലെ പരത്തി വെച്ചതെല്ലാം ഒന്ന് ചെയ്തെടുക്കാം. ഇതേണ്ട ഇതേപോലെ ഒന്ന് ചെയ്തെടുക്കട്ടോ. ഇനി ഇത് നമ്മൾ ചൂടായി വന്ന എണ്ണയിലിട്ടൊന്ന് പൊരിച്ചെടുക്കാം. ഇതൊന്ന് മറിച്ചിട്ടെടുക്കുമ്പോൾ നന്നായിട്ടൊന്ന് പൊങ്ങി വരും കേട്ടോ. ഇതൊരു ഗോൾഡൻ കളർ ആവണ വരെ ഒന്ന് പൊരിച്ചെടുക്കാം. ഇതുണ്ട് നന്നായിട്ട് പൊങ്ങി വന്നത്. അപ്പോൾ നമ്മുടെ പത്തിരിയൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇതൊന്നിനി കോരി മാറ്റാം. അപ്പോൾ നമ്മുടെ ഇറച്ചി ചമ്മന്തിയും മയോണൈസൊക്കെ വെച്ചിട്ടുള്ള അടിപൊളി ഒരു പത്തിരി ഇവിടെ റെഡി ആയിട്ടുണ്ട്. സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ. നല്ല സോഫ്റ്റാണ് സംഭവം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. ഒരു പ്രാവശ്യം കഴിച്ച് നമുക്ക് വീണ്ടും വീണ്ടും കഴിക്കാൻ തോന്നും കേട്ടോ. അത്രയ്ക്ക് ടേസ്റ്റാണ്. ശരി, ഇപ്പോൾ ബൈ.